അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 91-ാമത്തെ വചനം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 92 മുതലുള്ള ആയത്തുകൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് യഹൂദികൾ അവരിലേക്ക് അവതരിക്കപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ അടുക്കലുള്ള വേദഗ്രന്ഥമായ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെയും നിഷേധിക്കാൻ അവർ പറഞ്ഞ ചില ന്യായങ്ങൾ, അതിൽ വിശ്വസിക്കൂ എന്നവരോട് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ അവർ കണ്ടെത്തിയ ചില ന്യായങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ ന്യായങ്ങളെ അതിൻ്റെ മുനയൊടിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതാണ് 91-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. നിങ്ങൾ തൗറാത്തിനെയാണ് അംഗീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾ കൊന്നുകളഞ്ഞത്? അപ്പം നിങ്ങൾ തൗറാത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ട പ്രവാചകന്മാരിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളെക്കാൾ ഭേദം അറബികൾ തന്നെയാണ്. കാരണം അറബികളിലേക്ക് ഒരു വലിയ കാലയളവ് പ്രവാചകന്മാർ വന്നിട്ടില്ല. അവരാകട്ടെ വേദഗ്രന്ഥം മുൻപ് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് പരലോകത്തിലാകട്ടെ വിശ്വാസമില്ല. എന്നാൽ നിങ്ങളാകട്ടെ പരലോകത്തിൽ വിശ്വാസമുണ്ട്, വേദഗ്രന്ഥത്തിൽ വിശ്വാസമുണ്ട്. ചിലതൊക്കെ പ്രവാചകന്മാരിൽ കുറച്ചാളുകളെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചു, കുറേ ആളുകളെ നിഷേധിച്ചു, കുറേ ആളുകളെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതിലും ഭേദം ആരാണ്? അറബികളാണ്. ഇനിയുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 92-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി സുമ്മ ഇത്തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. വലഖദ്, തീർച്ചയായും. നമ്മൾ ലഖദ് എന്താണെന്നുള്ളത് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരു കാര്യത്തെ തീർച്ചപ്പെടുത്തി പറയാനാണ്. ജാഅക്കും, എന്താണ് ജാഅ? യജീഉ, വന്നു. ജാഅക്കും, നിങ്ങൾക്ക് തീർച്ചയായും വന്നെത്തിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നബി നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. സുമ്മ, ആ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തിയതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ഇത്തഖദുത്തും, ഇത്തഖദ യത്തഖിദു ഇത്തിഹാദ്. എന്താ ഇത്തഖദ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ സ്വീകരിച്ചു അൽ ഇജ്ല, ഒരു പശുക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്തു? ഇജ്ലിനെ നിങ്ങൾ സ്വീകരിച്ചു. മിൻ ബഅദിഹി, അതിനുശേഷം. ഏതിനു ശേഷം? ഈ വ്യക്തമായ തെളിവുകളൊക്കെ വന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പശുക്കുട്ടിയെ നിങ്ങൾ സ്വീകരിച്ചു. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമികളായിക്കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ വിഷയം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ച എത്രാമത്തെ ആയത്താണ്? ഒന്ന് മറിച്ചു നോക്കി. നമ്മൾ പഠിച്ച ആയത്താണ്, ഒന്ന് മറിച്ചു നോക്ക്. അൻപത്തി 51-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു വീണ്ടും അതെന്തിനായിരിക്കും
അതിനെ തുടർന്ന് വീണ്ടും അത് ഉണർത്തിയത്? അവർ ചെയ്ത അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമാണത്. അവർ ചെയ്ത അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമാണ് അള്ളാഹുവിന് പങ്കുകാരായി ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ പ്രവാചകൻ തൗറാത്ത് എന്ന വേദഗ്രന്ഥം വാങ്ങാൻ പോയ സമയത്ത് എന്ത് ചെയ്തു? അവർ ഒരു പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോൾ അവർ ചെയ്ത വലിയ തിന്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരെ ഉണർത്തുകയാണ്. നിങ്ങൾ ഇത്രയും വലിയൊരു അപരാധം നിങ്ങളുടെ മുൻഗാമികൾ എന്ത് ചെയ്തിട്ടുണ്ട് യഹൂദികളെ എന്ന് ആ കാലഘട്ടത്തിലെ യഹൂദികൾ എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. മാത്രമല്ല, എത്രത്തോളം അതിൻ്റെ ആ പശുക്കുട്ടിയെ അവരെത്രത്തോളം അവരുടെ മനസ്സിൽ അവർ സ്നേഹിച്ചുവെന്നും അതിനോട് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെന്നും അടുത്ത ആയത്ത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ് എന്ന പദം നമുക്കറിയാം, ആ സമയത്തെ കുറിക്കാൻ, അന്നേരം എന്ന് പറയാനാണ് ഇദ് ഉപയോഗിക്കുക. ഇദ് അഖദ്ന, നാം സ്വീകരിച്ച സന്ദർഭം, മീസാഖക്കും, നിങ്ങളിൽ നിന്നുള്ള കരാറ്. നിങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു? ഒരു കരാറ് സ്വീകരിച്ചു. ഏതാണ് ആ കരാറ്? ബാക്കി ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവും. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു, ഫൗഖക്കും, നിങ്ങൾക്കുമീതെ, അത്തൂർ, തൂർ പർവ്വതത്തെ നിങ്ങളുടെ മേലെ നാം ഉയർത്തുകയും ചെയ്തു. അപ്പം അള്ളാഹു ഒരു കരാറ് വാങ്ങിയിട്ട് ആ കരാറ് ലംഘിക്കാതിരിക്കാൻ അവരുടെ മേലെ എന്ത് ചെയ്തു? അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലൊരു തൂർ പർവ്വതത്തെ അവരുടെ മീതെ കൊണ്ടുവന്ന് നിർത്തി. ഇതിന് സമാനമായ ഒരു ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്ന് മറിക്കൂ, 61-ാമത്തെ ആയത്തിലേക്ക്. 61-ാമത്തെ ആയത്ത്, 61-അല്ല 63. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് സമാനമായ ആയത്ത്, വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കുമുത്തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. എന്തിനാണ് ആവർത്തിച്ചത്? ഇവർ ചെയ്ത രണ്ടാമത്തെ ഏറ്റവും വലിയ അക്രമം അവരെ വീണ്ടും പഠിപ്പിക്കാനാണ്. വീണ്ടും അവർ ഉണർത്തുക, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അക്രമങ്ങളിൽ രണ്ടാമത്തേത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹ്ക്ക് കരാർ കൊടുത്തു. എന്താണ് ആ കരാറ്? തൗറാത്ത് അനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഞങ്ങൾ ജീവിച്ചോളാം. തൗറാത്തിൽ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്ന കരാറാണ് പിന്നീട് അള്ളാഹുവിന് കൊടുത്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാർ അവർ പാലിക്കുമോ ഇല്ലേ എന്നറിയാൻ, അവർക്കൊരു ഭയപ്പെടുത്താൻ, അവരെ പേടിപ്പെടുത്താൻ അള്ളാഹു അവരുടെ മീതെ ഒരു പർവ്വതത്തെ കൊണ്ടുവന്ന് നിർത്തിയെന്നാണ്. അത് നമ്മൾ വിശദമായി മുമ്പ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, ഖുദൂ, നിങ്ങൾ സ്വീകരിക്കണം, മാ ആതൈനാകും, നിങ്ങൾക്ക് നാം നൽകിയത്. ആതൈന, ആത യുആതി, ആതൈന എന്ന് പറഞ്ഞാൽ നാം നൽകി. ആതൈനാകും, നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ബിഖുവ്വത്തിൻ, വെറുതെ സ്വീകരിച്ചാൽ പോരാ, പിന്നെയോ ശക്തമായി സ്വീകരിക്കണം. അതായത് ശക്തമായി നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. മാത്രമല്ല, വസ്മഊ, നിങ്ങൾ കേൾക്കുകയും ചെയ്യണം. അപ്പം എന്താണ് കേൾക്കണമെന്ന് പറയാൻ കാരണം? ഈ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വദ്കുറു, നിങ്ങൾ ഓർക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ അല്ലാഹു പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് കൊണ്ടുവന്നെന്ന ആ തൗറാത്തിൻ്റെ സന്ദേശങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കാൻ സന്നദ്ധരാകണം. അപ്പം അവരെന്താ പറഞ്ഞ മറുപടി എന്നറിയോ? ഖാലു, അവർ പറഞ്ഞു, സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വഅസൈനാ, ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അനുസരിക്കൂല, ധിക്കരിക്കുന്നു. യഅസി എന്ന് പറഞ്ഞാൽ എന്താണ്? ധിക്കരിക്കുക. ഒരു കാര്യത്തെ ഡെനി ചെയ്യുന്നതിനാണ് പറയുക, ധിക്കരിക്കുന്നതിന് പറയണതാണ്. അപ്പം ഞങ്ങൾ കേട്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ഇത് പറയാൻ, ഇതിങ്ങനെ ഒരു പ്രവാചകനോട് പറയാൻ മാത്രം എത്രത്തോളം അവരക്രമികളായിരിക്കും. ഒരു പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, ഞങ്ങൾ കേൾക്കാം, പക്ഷേ കേട്ടതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂല. എന്നാലോചിച്ച് നോക്ക്. അപ്പം ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കാനൊരു കാരണമുണ്ട്. അതാണ് അടുത്ത വാചകത്തിൽ അല്ലാഹ് പറയണത്. വ ഉശ്രിബു, ഉശ്രിബു, എന്താ ഉശ്രിബു എന്ന് പറഞ്ഞാൽ? കുടിപ്പിക്കപ്പെട്ടു. ശരിബ യശ്രബു, അതിൽ നിന്നാണ് ഉശ്രിബു വന്നത്.
അവർക്ക് കുടിപ്പിക്കപ്പെട്ടു. അശ്റബ യുശ്രിബു, അവർക്ക് കുടിപ്പിക്കപ്പെട്ടു. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഇജ്ല, പശുക്കുട്ടിയോടുള്ള സ്നേഹം. ബികുഫ്രിഹിം, അവരുടെ നിഷേധം കാരണം പശുക്കുട്ടിയോടുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടു. ഈ വാചകത്തെ പണ്ഡിതന്മാർ കുറച്ച് വിശാലമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഹൃദയത്തിൽ കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്? സാധാരണ കുടിക്കണ എങ്ങോട്ടാണ്? വയറ്റിലേക്കാണ്. ശരിക്കും ഇത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സാഹിത്യ സമ്പുഷ്ടമായ ഒരു ശൈലിയാണ് ഖുർആൻ ഇവിടെ വിശദീകരിച്ചത്. ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ പശുക്കുട്ടിയോടുള്ള സ്നേഹത്തെ ആണ് കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അതിനെ കുടിക്കുക എന്നാണ് പറഞ്ഞത്. എന്നാൽ വയറിനെ അള്ളാഹു ഉപമിച്ചത് ഹൃദയത്തോടാണ്. അതായത് ഒരാൾ മൂക്കറ്റം തിന്നു, മൂക്കറ്റം കുടിച്ചു, പിന്നെ അയാളോട് ഉപദേശം പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യൂല? അത് മനസ്സിലാകൂല, തിരിയൂല. അതായത് ഒരാൾ വയറ് നിറച്ച് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് അയാളോട് പോയിട്ട് നമ്മൾ വാഴ് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പറയില്ല, നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വാളിനിരുന്ന് നമ്മളെന്താ ചെയ്യുക? നമ്മളെന്ത് പറയും? വാള് പറയണ ആള് നമ്മുടെ ഉറക്കം കണ്ടിട്ട് മൂപ്പർക്ക് ഉറക്കം വരും. എന്താ? വയറ് നിറച്ച് തിന്ന് കുടിച്ച് പിന്നെ ഒരു ക്ലാസ് കേൾക്കാൻ പോയിരുന്ന അതങ്ങോട്ട് എന്ത് ചെയ്യൂല? ഗ്രഹിക്കാൻ കഴിയില്ല. ഇതിവരുടെ വയറല്ല നിറഞ്ഞത്, ഇവരുടെ ഹൃദയം നിറഞ്ഞു. എന്തുകൊണ്ട്? പശുക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യൂല? ഇവർക്കിത് ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് ഈ വിഷയം മാത്രമല്ല, പശുക്കുട്ടിയുടെ വിഷയം മാത്രമല്ല, ഏതെങ്കിലും ദുനിയാവിൻ്റെ ഒരു വിഷയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇതുപോലെ കുടിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഖുർആനും ആയത്തൊന്നും പറഞ്ഞങ്ങോട്ട് എന്ത് ചെയ്യൂല? തിരിയൂല. ഇവിടെ പശുക്കുട്ടിയോടുള്ള പ്രേമമാണ്. ചില ആളുകൾക്ക് കാമുകിയോടുള്ള സ്നേഹമാവും, ചില ആളുകൾക്ക് കാമുകനോടുള്ള സ്നേഹമാവും. അങ്ങനെയാണല്ലോ. ചില ആളുകൾക്ക് പ്രേമം തലക്ക് പിടിച്ചാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഹൃദയം കുടിപ്പിക്കപ്പെട്ടിരിക്കുക, ഹൃദയം നിറക്കപ്പെട്ടിരിക്കുന്നത് വേറൊന്നിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ തൗറാത്ത് സ്വീകരിക്കൂ, നിങ്ങൾ കേൾക്കൂ എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവർക്കതിന് കഴിയൂല. അതുകൊണ്ട് അവർ പറഞ്ഞത് കേൾക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇതിപ്പോൾ നമുക്ക് അനുസരിക്കാനൊന്നും പറ്റൂല എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഉശ്രിബു ഫീ ഖുലൂബിഹിമിൽ ഇജ്ല ബികുഫ്രിഹിം എന്ന പറഞ്ഞ ആ വാക്ക് ചിന്തിക്കാനുള്ള വാക്കാണ്. വേണമെങ്കിൽ അള്ളാഹ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവരുടെ ഹൃദയം അത് നിറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ സാഹിത്യ സമ്പുഷ്ടമാണെന്നാണ്. അപ്പം അങ്ങനെ എന്തിനല്ല പറഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എത്രത്തോളം അവർ പശുക്കുട്ടിയെ സ്നേഹിച്ചു എന്ന് മനസ്സിലാകുക. അപ്പം ഇത്രയും വലിയ ശിർക്ക് ചെയ്തിട്ട് പോലും അള്ളാഹ് അവരോട് എന്താ പറഞ്ഞത്? തൗബ ചെയ്യാൻ പറഞ്ഞു. അതും മുൻകഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞാണ്. ആ തൗബ അള്ളാഹ് എന്ത് ചെയ്തു? സ്വീകരിച്ചു. എങ്ങനെയാ സ്വീകരിച്ചത്? കൂട്ടത്തിലുള്ള ഈ പണി ചെയ്ത ആളുകളെ ബനു ഇസ്രായേലിയരായ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യണം? കൊല്ലണം, വധിക്കണം. എന്നാലാണ് അള്ളാഹു തൗബ സ്വീകരിക്കുക. അത് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോകുന്നില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ, നബിയെ പറയണം, ബിഅ്സമാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. ബിഅ്സമാ, നമ്മൾ തൊട്ട് മുകളിലത്തെ ആയത്തിൽ അതേ വാക്ക് പഠിച്ചു, ബിഅ്സമ. എന്താ ബിഅ്സ എന്ന് പറഞ്ഞ? ബിഅ്സ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മോശമായ കാര്യത്തിനെ പറഞ്ഞാണ് ബിഅ്സ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ബിഅ്സയുടെ നേരെ ഓപ്പോസിറ്റ് നിഅമ. ബിഅ്സ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നിഅമ. ബിഅ്സ എന്ന് പറഞ്ഞാൽ മോശമായത്, നിഅമ എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ട ഒരു വേർഡാണ്. ഖുർആനിൽ പല സ്ഥലത്തും എന്തുണ്ട്? ബിഅ്സ, നിഅമ എന്ന പദം ഉണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഖൈറിൻ്റെ ഓപ്പോസിറ്റ് ഷെറ് എന്ന് പറയുന്ന പോലെ, ഹക്കിൻ്റെ ഓപ്പോസിറ്റ് ബാത്തിൽ എന്ന് പറയുന്നത് പോലെ ഈ വേർഡുകളുടെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ബിഅ്സ എന്ന് പറഞ്ഞാൽ മോശമായത്. അപ്പോൾ ബിഅ്സ മാ എന്ന് പറഞ്ഞാലോ?
മോശമായ യാതൊന്ന്. ആ ബിസന്റെ കൂട്ടത്തിൽ ഒരു മാ ചേർക്കും. എന്താണ്? മാ. ഈ മാ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അറിയിക്കാനാണ്. എത്ര തരം മാ ഉണ്ട് അറബി ഭാഷയിൽ? കുറേ ഉണ്ട്. അല്ല, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില മാ ഉണ്ട്. ഒന്ന് ഇസ്തിഫ്ഹാമിൻ്റെ മാ എന്നാ പറയാം. മാ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം ചോദിക്കാൻ. മാതാ, മാ എന്താണ്, എന്താകുന്നു. ഖുർആൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്തിഫ്ഹാമിൻ്റെ ചോദ്യം ഖുർആൻ ചോദിച്ചതിന് ഉദാഹരണം ആർക്ക് പറയാൻ പറ്റും? പെട്ടെന്ന് പറയാൻ പറ്റും. ചെറിയ സൂറത്തിലേക്ക് പോയാൽ മതി, വലിയ സൂറത്തൊന്നും നോക്കണ്ട. ബിയമീനിക യാ മൂസ. ദാ ചെറിയ സൂറത്താകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വമാ അദ്റാക മൽ ഖാരിഅ വമാ അദ്റാക മാഹിയ. പിന്നെ മൽഹാഖ അൽഹാഖ മൽഹാഖ മൽഹാഖ. ആ മാ എന്താണ്? ഇസ്തിഫാമിൻ്റെ ചോദ്യമാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. പിന്നെ ഇങ്ങനെ കുറേ സ്ഥലത്തുള്ള മാ ഇട്ട് ചോദിക്കും. എന്താണെന്ന് നിനക്കറിയാമോ? ഇതാണ് ഇസ്തിഫ്ഹാമിൻ്റെ മാ എന്ന് പറയാം. എന്നാൽ ആ മാ കണ്ടിട്ട് നമ്മൾ എല്ലായിടത്തും ആ മാ ആണെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റൂല. സന്ദർഭത്തിനനുസരിച്ച് മാറും. അപ്പം ചില സ്ഥലത്ത് നമ്മൾ ഒരു മാ പറയണത് ഒരു വസ്തുവിനെ അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പറയും. ഒരു വസ്തുവിനെ അറിയിക്കാൻ. അതാണ് ഇവിടെ ബിസമ, ആ മോശമായ യാതൊന്ന്. ഇനി മാ വേറൊരു രൂപത്തിൽ പറയും. എന്തിനാണ്? നിഷേധിക്കാൻ. നമ്മൾ മാഫി മുഷ്കിൽ എന്ന് പറയൂലേ, എന്താ അതിൻ്റെ അർത്ഥം? പ്രശ്നം ഇല്ല എന്നാണ്. ഇല്ല. അപ്പോൾ അവിടെ മാ എന്തിനാ പറഞ്ഞത്? ഒരു കാര്യത്തെ ഇല്ല എന്ന് പറയാനാണ്. അപ്പം നിഷേധിക്കാൻ വേണ്ടി എന്തുപയോഗിക്കും? മാ ഉപയോഗിക്കും. മാലിയായ ഒരു ഫിഅല്, പാസ്റ്റ് ടെൻസിലുള്ള ഫിഅല്, ഫഅല. ഫഅലയുടെ അർത്ഥം എന്താ? അവൻ പ്രവർത്തിച്ചു. അവൻ പ്രവർത്തിച്ചില്ല എന്ന് പറയണത് എങ്ങനെ? മാ ഫഅല അവൻ പ്രവർത്തിച്ചില്ല. മനസ്സിലായില്ലേ? എന്നാൽ അതേ മാ കൊണ്ട് തന്നെ അവൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ചോദിക്കാം. മാദാ ഫഅല അവൻ എന്താ പ്രവർത്തിച്ചത്? ആ മാ കൊണ്ട് തന്നെ മാ ഫഅല അവൻ പ്രവർത്തിച്ചില്ല എന്നും പറയും. മനസ്സിലായോ? അപ്പം ഈ മാ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് അറിയുമ്പോൾ നമുക്ക് ഖുർആനിലൊരു മാ കണ്ട ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ? അപ്പം ബിസമ, മോശമായ യാതൊന്ന്. ആ യാതൊന്ന് എന്താണ്? യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിഹി, അതുകൊണ്ട്, ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ മോശമാണ്. അതായത് അവരുടെ മനസ്സിലുള്ള വിശ്വാസം അവരോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വളരെ മോശമാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരിക്കെ. അപ്പോൾ ഇത് നമുക്കറിയാലോ, നമ്മുടെ ഈമാൻ എന്ന് പറയണത് നമ്മളോട് കൽപ്പിക്കുന്നത് എന്തായിരിക്കും? മോശമാണോ നല്ലതാണോ? നല്ലതാണ്. പക്ഷെ യഹൂദികളുടെ ഈമാൻ അവരോട് കൽപ്പിക്കുന്ന എന്താണ്? മോശമാണ്. കാരണം അവരുടെ ഈമാൻ തന്നെ പിഴച്ചതാണ്. അതുകൊണ്ട് ആ ഈമാൻ അവരോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മോശം കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഇവർ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈമാനല്ല. ഈമാൻ എന്ന പേരിൽ ഇവർ കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിവരെ നന്മ ചെയ്യിക്കാനല്ല പ്രേരിപ്പിക്കുക, സത്യത്തോടൊപ്പം നിലനിർത്താനല്ല പ്രേരിപ്പിക്കുക, പിന്നെയോ തിന്മ ചെയ്യാനും അസത്യത്തോടൊപ്പം നിലകൊള്ളാനാണ് ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് കുറേ ഉദറുണ്ടാവും. അതിൽ പെട്ടതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ, നബിയെ പറയണം, ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ്. ഇൻ കാനത്, ആയിരുന്നാൽ, ആയാൽ, ലക്കും, നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറ. ദാറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ പരലോക ഭവനം. ഇവിടെ പരലോക ഭവനം എന്ന് ഉദ്ദേശിച്ചത് എന്തിനെ പറ്റിയാണ്? അൽ ജന്ന, സ്വർഗത്തെ പറ്റിയാണ്, നരകത്തെ പറ്റിയല്ല. അദ്ദാറുൽ ആഖിറ, പരലോക ഭവനം, സ്വർഗം നിങ്ങൾക്കുള്ളതായിരുന്നാൽ, ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ, ഖാലിസത്തൻ, അതാണ് ഖാലിസത്തൻ,
മാത്രം എന്നർത്ഥം. ഖാലിസ്, മുഖ്ലിസ്, ഇഖ്ലാസ് എന്നൊക്കെ പറയൂലേ, അതിൻ്റെ കറക്റ്റ് ഭാഷാർത്ഥം തനിച്ചത് മാത്രം എന്നൊക്കെയാണ്. അതായത് നമ്മൾ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ തനിച്ചതും മാത്രവും എന്ന അർത്ഥം എങ്ങനെയാണ് ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യത്തോട് യോജിക്കുക? നമ്മൾ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറയണത് എങ്ങനെ, എന്തിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ പറയുക? ആത്മാർത്ഥത അല്ലേ? നിനക്കൊരു ഇഖ്ലാസ് ഇല്ല, അല്ലെങ്കിൽ നിനക്കൊരു ഇഖ്ലാസ് ഉണ്ടാകണം. നമ്മൾ അർത്ഥം പറയണത് എന്തിനാണ്? ആത്മാർത്ഥത എന്ന് പറയാനാണ്. പക്ഷേ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? തനിച്ചത് മാത്രം എന്നാണ്. അപ്പം എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാകുക? അള്ളാഹിനോടൊരു ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അമല് ചെയ്യുമ്പോൾ അള്ളക്ക് മാത്രം ചെയ്യണം. ഇബാദത്ത് കൊടുക്കുമ്പോൾ അള്ളക്ക് മാത്രം ചെയ്യണം. അതുകൊണ്ടാണ് ആ മാത്രത്തെ അറിയിക്കുന്ന പേര് സൂറത്തുൽ ഇഖ്ലാസിന് വന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തിന് സൂറത്ത് തൗഹീദ് എന്ന് പേരുണ്ട്. പക്ഷെ എൻ്റെ പ്രഥമമായ പേരെന്താണ്? ഇഖ്ലാസ് എന്നാണ്. ആ പേര് വന്നത് ഈ ഖാലിസ്, ഈ അഖ്ലസ യുഖ്ലിസു, തനിച്ചാക്കുക, മാത്രമാക്കുക എന്ന പദത്തിൽ നിന്നാണ്. അപ്പം ആരാധനയും ഇബാദത്തും മുഴുവൻ കർമ്മങ്ങളും ആർക്ക് വേണ്ടി മാത്രമാകണം? അള്ളക്ക് വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് എന്തുണ്ടാകും? ആത്മാർത്ഥതയുണ്ടാകും. അപ്പം ആ പദത്തിൻ്റെ അസ്ലി കിട്ടിയില്ലേ? അതിൻ്റെ ബേസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ ഖാലിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുക്കൽ പരലോകത്തെ സ്വർഗം നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ മിൻ ദൂനിന്നാസ്, മറ്റു ജനങ്ങൾക്ക് പുറമേ, മുസ്ലിങ്ങൾക്കും മുശ്രിക്കുകൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ പുറമെ യഹൂദികളെ നിങ്ങൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗമെങ്കിൽ അത് അവരുടെ ഒരു വ്യാമോഹമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർ പറയും ഞങ്ങൾ ലൻ തമസ്സനന്നാറ ഇല്ലാ അയ്യാമൻ മഅദൂദാത്ത്, ഞങ്ങൾ നരകത്തിൽ പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ കിടക്കുള്ളൂ, ഞങ്ങൾ എന്തു ചെയ്യും? സ്വർഗത്തിലെത്തും എന്നവർ വ്യാമോഹിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഫതമന്നൗ, എന്നാൽ തമന്നൗ, തമന്ന യതമന്ന, തമന്നൗ അമ്രൻ, നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക, നിങ്ങൾ കൊതിച്ചു കൊള്ളുക, അൽ മൗത്ത്, മരണത്തെ നിങ്ങൾ കൊതിക്കണം. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഈ ആയത്തിനെ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ യഹൂദികളുടെ ഒരു പ്രത്യേകതയാണ്, അവർ ഒരിക്കലും മരണം എന്ത് ചെയ്യൂല? കൊതിക്കൂല. പരലോകം ഉണ്ടെന്നൊക്കെ അവർക്ക് അറിയാം, എന്നാലും അവർ മരണം ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കൂല. കാരണം കുറേ കൊല്ലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതും അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഇതിന് സമാനമായ ഒരു ആയത്ത് സൂറത്തുൽ ജുമുഅയിലുണ്ട്. യാ അയ്യുഹല്ലദീന ഹാദൂ ഇൻ സഅംതും അന്നകും മൗലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ്, നിങ്ങളാണ് അള്ളാഹിൻ്റെ അടുക്കൽ മനുഷ്യർക്ക് പുറമെ, മറ്റാളുകൾക്ക് പുറമെ ഔലിയാക്കളെന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഫതമന്നൗൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ മരണം കൊതിക്കൂ. യഥാർത്ഥത്തിൽ രണ്ടർത്ഥം പറയുന്നതിൽ ഒന്നെന്താണെന്നറിയോ? ഒന്ന്, ഞങ്ങളൊന്ന് മരിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അവരൊന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരർത്ഥം. എന്നാൽ അതിനെ പണ്ഡിതന്മാർ ആ അർത്ഥത്തെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, അത് സ്വാഭാവികമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തു ചെയ്യും? അവന് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മരണം ചിലപ്പോൾ അവൻ ആഗ്രഹിക്കൂല. അങ്ങനെയും ന്യായം പറയാമല്ലോ, അല്ലേ? വിശ്വാസം പറഞ്ഞു, നിങ്ങൾ മരണത്തെ നിങ്ങൾ എന്തു ചെയ്യണ്ട? കൊതിക്കണ്ട. നിങ്ങൾ കൂടുതൽ അമല് ചെയ്യാൻ അള്ളാഹു ആയുസ് നൽകിയാൽ അമല് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ ന്യായം യഹൂദികൾക്ക് പറയാൻ പറ്റും. മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു മുബാഹലയാണ്. എന്താണ് മുബാഹല? മുബാഹല എന്ന് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാന്യരായ ഒരു പണ്ഡിതൻ എം മദനി, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ ഏറെ കേട്ടതാണ് മുബാഹല. എന്താ മുബാഹല എന്ന് പറഞ്ഞാൽ? മുബാഹല എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന. അപ്പം ഇത് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാപപ്രാർത്ഥന നടത്താൻ വേണ്ടി പറയുന്ന ഒരു വാചകമാണ്. ഫതമന്നൗൽ മൗത്ത്, നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ, മരണത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് എന്തു ചെയ്യാണ്?
മുബാഹലക്ക് വേണ്ടി തയ്യാറാകാൻ പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്നാൽ ഞങ്ങൾ മരിച്ചു പോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കട്ടെ എന്നവർ ഒന്ന് പറയൂ. ഞങ്ങൾ സത്യമല്ല പറയണതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? ഞങ്ങൾ മരണപ്പെടട്ടെ, ഞങ്ങൾ നശിച്ചു പോട്ടെ എന്ന് സ്വയം എന്ത് ചെയ്യണം? പറയണം. മുബാഹല, ക്രിസ്ത്യാനികളുമായിട്ട് മുബാഹല നടത്താൻ പറഞ്ഞൊരു സംഭവമുണ്ട്. സൂറത്ത് ആലു ഇമ്രാൻ ഒന്നെടുത്ത്. അതെടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ മുബാഹല എവിടെയാണ് ചർച്ച ചെയ്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ആലു ഇമ്രാൻ അതിൻ്റെ 61-ാമത്തെ ആയത്ത് എടുക്കണം. ആലു ഇമ്രാൻ്റെ 61. ആലു ഇമ്രാൻ്റെ 61 എടുത്തോ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ്. നബിയെ, താങ്കൾക്ക് വന്നു കിട്ടിയ അറിവിൻ്റെ വിഷയത്തിൽ അറിവ് വന്നെത്തിയതിന് ശേഷം താങ്കളോട് തർക്കിച്ചവർ. ഈ ആയത്തുകളൊക്കെ നെജ്റാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ നിവേദക സംഘം, വാർത്തക സംഘം, അവർ നബിയുടെ അടുക്ക വന്നിട്ട് തർക്കിച്ച ഒരു സംഭവമായി, നബിയോട് ഡിബേറ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടക്കം മുതൽ ഈ ആയത്തുകളൊക്കെ അവതരിച്ചത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ, താങ്കൾക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം താങ്കളോട് തർക്കിച്ചവൻ ഫഖുൽ, അവരോട് പറയണം, തആലൗ, നിങ്ങൾ വരൂ, നിങ്ങൾ വരൂ. നെജ്റാനിലെ ക്രിസ്ത്യാനികളോട് പറയാണ്, നിങ്ങളെല്ലാവരും വരൂ. നദഉ, നമുക്ക് വിളിക്കാം. അബ്നാഅന, ഞങ്ങളുടെ മക്കളെ വിളിക്കാം. വ അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിച്ചോ. വ നിസാഅന, ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെയും വിളിക്കാം. വ നിസാഅക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും വിളിച്ചോ. വ അൻഫുസന, നമ്മൾ നമ്മുടെ സ്വന്തത്തെയും വിളിച്ചോ. വ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും സ്വന്തക്കാരെയും വിളിച്ചോ. സുമ്മ, പിന്നീട് നബ്തഹിൽ, നമുക്കെന്ത് ചെയ്യാം? ശാപപ്രാർത്ഥന നടത്താം. ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, അപ്പോൾ അല്ലാഹു കളവ് പറയുന്നവരുടെ മേൽ അല്ലാഹു എന്ത് ചെയ്യും? ശാപമിറക്കും, ശപിക്കും. ഇത് നെജ്റാനിലെ ഒരു വാർത്തക സംഘം നബിയുടെ അടുക്കലേക്ക് വന്നു എന്നാണ്. ഇവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്ക വന്നിട്ട് ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകളെന്നൊക്കെ വാദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അവർക്ക് വിശുദ്ധ ഖുർആനും വേദങ്ങളൊക്കെ ഉദ്ധരിച്ചവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈസാ നബി ആരാണ്, എന്താണെന്ന് വളരെ വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ ഹക്ക് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് പറഞ്ഞു? എങ്കിൽ നമുക്കൊരു പണിയാം, ഒരു മുബാഹലക്ക് തയ്യാറാകാം. ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയായിക്കോ. നിങ്ങളുടെ മക്കളെ വിളിച്ചോ, നിങ്ങളുടെ സ്ത്രീകളെ വിളിച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും സ്ത്രീകളെയൊക്കെ കൂട്ടി ഞങ്ങളും വരാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കുക? അതായത് അസത്യത്തിൻ്റെ ആളുകൾ, കള്ളവാദികൾ ആരാണോ അവരെ അള്ളാഹു ശപിക്കട്ടെ, ഞങ്ങളാണെങ്കിൽ ഞങ്ങളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പരസ്പരം ഓരോരുത്തർ എന്ത് ചെയ്യാണ്? അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന സംഗതിയാണ് മുബാഹല എന്ന് പറയുക. അപ്പോൾ ചില ആളുകൾ അതിൽ തയ്യാറായി, ക്രിസ്ത്യാനികളിൽ ചില ആളുകൾ തയ്യാറായപ്പോൾ മറ്റ് ചില ആളുകൾ എന്നിട്ട് ഈ തയ്യാറായ ആളുകളോട് പറഞ്ഞെന്താണെന്നറിയോ? മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അത് ഉദ്ധരിക്കുന്നുണ്ട്. ഫലമ്മ റഔ ദാലിക ഖാല ബഅ്ദുൽ ഖൗമി ലിബഅദ്, അതിൽ ചില ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലഇൻ ബാഹൽതും ഹാദൻ നബിയ്യ ലാ യബ്ഖി മിൻകും ഐനുൻ തത്റുഫ്. നിങ്ങൾ ഈ നബിയോട് മുബാഹലക്ക് പോയാൽ, നെജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ആളുകൾ പറയാണ്, നിങ്ങൾ ഈ നബിയുടെ അടുക്കൽ മുബാഹലക്ക് പോയാൽ നിങ്ങൾ മൊത്തം നശിച്ചു പോകും. കാരണം ആ പ്രവാചകൻ സത്യസന്ധനായ ഒരു വ്യക്തിയാണ്, ഇതുവരെ കളവ് പറയാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുബാഹലക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നശിച്ചു പോകും. അങ്ങനെ പതുക്കെ അവരെന്ത് ചെയ്തു? ചില ന്യായങ്ങളൊക്കെ പറഞ്ഞ് മുബാഹലയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അവർ ചില എഗ്രിമെൻ്റൊക്കെ നബിയോട് നടത്തി അവർ പതുക്കെ എന്ത് ചെയ്തു? പോയി. അപ്പം ഇവിടെ ഈ ആയത്തിൽ, നമുക്കിനി നമ്മുടെ ആയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കണം. ഇതൊരു മുബാഹലയാണ്. അതായത് ഞങ്ങൾ മരിച്ചു പോട്ടെ, ഞങ്ങളെന്നാ മരിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക. വലൻ യതമന്നൗഹു, അവർ ഒരിക്കലും, അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലെൻ പറഞ്ഞു. ലെൻ പറഞ്ഞാൽ തന്നെ എന്തായി? ഒരിക്കലും എന്ന അർത്ഥം കിട്ടി. വീണ്ടും അല്ലാഹു എന്ത് ചെയ്തു? ഒരിക്കലും എന്ന അർത്ഥത്തിന് പറയാൻ വേണ്ടി വേറൊരു വേർഡ് കൂടി ഉപയോഗിച്ചു, അബദൻ.
ഒരു ഫിഅലിൻ്റെ മുന്നിൽ ലൻ വന്നാൽ നമ്മൾ എന്താ പഠിച്ചത്? അത് ഒരിക്കലും ഇല്ല എന്ന് പറയാനാണ്. പിന്നെ എന്തിനാ അബദനെന്ന് ഒന്നുകൂടി പറഞ്ഞത്? അതായത് അവരങ്ങനെ മോഹിക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ ഒരു സാധ്യത പോലും കാണുന്നില്ല. അത് തൗക്കീദിനെന്നാ പറയുക, തഅക്കീദ് പറയാൻ, അത് ഉറപ്പിച്ചു പറയാൻ. നമ്മൾ കേട്ടൊരു ആയത്താണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ ഒരു വസ്തുവും ലോകത്തില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹനെ പോലെ ഒരാളുമില്ല എന്ന് പറഞ്ഞില്ലേ? അതേപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവിടെ ക എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. പിന്നെ മിസ്ലിഹി എന്നും കൂടി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? പോലെ എന്നാണ്. ഇപ്പം രണ്ട് പോലെ, ലൈക്ക് എന്ന അർത്ഥം കിട്ടുന്ന രണ്ട് പദം എന്തിനോട് ഉപയോഗിച്ചു? ഖുർആൻ്റെ ഒരു ശൈലിയാണ്, ഒരേ അർത്ഥം കിട്ടുന്ന ഒന്നിലധികം പദം ഒരേ വിഷയത്തിൽ അല്ലാഹ് എന്ത് ചെയ്യും? ഉപയോഗിക്കും. അത് ഉറപ്പിച്ച് പറയാനാണ്, അതിനാണ് തഅക്കീദ് എന്ന് പറയുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലൻ യതമന്നൗഹു, ആ മരണത്തെ അവർ കൊതിക്കുകയേയില്ല, അബദൻ, ഒരിക്കലും, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ട്. അതായത് അവർ മുമ്പ് ചെയ്തു വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യൂല? മരണം കൊതിക്കൂല. കാരണം അവർ തൗറാത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ട്, പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്, അല്ലേ? എല്ലാ തോന്നിവാസം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ട് ഇവർക്ക് മരിക്കണമെന്ന് ഇവർക്കൊരു ചിന്ത വന്നാൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് അസംഭവ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അക്രമികളായ ജനതയെപ്പറ്റി അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്, അലീമാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് ആരറിയുന്നുണ്ട്? അള്ളാഹ് അറിയുന്നുണ്ട്. അവർ മരണം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല മരണം വെറുക്കുന്നുണ്ടോ എന്ന് റഹ്മാനായ റബ്ബിനറിയാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം വലതജിദന്നഹും മഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ. വലതജിദന്ന, വജദ യജിദു, അതിൽ നിന്നാണ് തജിദു വന്നത്. വജദ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടെത്തുക എന്നാണ്. ലതജിദന്നഹും, തീർച്ചയായും താങ്കൾ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്ങനെയാണ് താങ്കൾക്ക് അവരെ കാണാൻ കഴിയുക? അഹ്റസന്നാസ്, അഹ്റസ യുഹ്രിസു. അഹ്റസ എന്ന് പറഞ്ഞ വാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പറയില്ല ഒരു ഹിർസ് വേണമെന്ന് പറയില്ലേ? ഹിർസ് എന്താ? ഹിർസ് ഒരു താല്പര്യം, ആഗ്രഹം, അതിനോടൊരു മോഹം എന്നൊക്കെയാണ്. അഹ്റസ എന്ന് പറയുന്ന പദം സൂപ്പർലേറ്റീവിലാണ് വന്നത്. ജനങ്ങളിൽ അങ്ങേയറ്റം ആഗ്രഹമുള്ള ആളുകളാണ്. എന്തിനോട്? അല ഹയാത്തിൻ, ജീവിതത്തോട് ജനങ്ങളിൽ വെച്ച് അങ്ങേയറ്റം കൊതിയുള്ള മനുഷ്യരാണ് ആര്? ജൂതന്മാർ. അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഒരു ജൂതൻ കൊല്ലപ്പെട്ടാൽ അവരതിന് പകരം എന്ത് ചെയ്യും? ആയിരക്കണക്കിന് മറുഭാഗത്ത് മുസ്ലിമീങ്ങൾ അവർ കൊന്നുകളയും. കാരണം അവർ ആ ഒരു മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കണതാ. ഒരാൾ അവരിൽ നിന്ന് മരിച്ചു പോയാൽ അത്രയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മനുഷ്യൻ്റെ ജീവൻ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ആൾക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവർ ഈ ദുനിയാവിൽ കാണുന്ന ഏറ്റവും വലിയ സംഗതി. അവർക്ക് ഹയാത്തിനോട്, ജീവിതത്തോട് ജനങ്ങളിൽ വെച്ച് അങ്ങേറ്റം കൊതിയുള്ളവരാണ്. എത്രത്തോളം? വമിനല്ലദീന അശ്റകൂ, നമ്മൾ അടിവരയിടേണ്ട വാചകമാണ്. മക്കയിലെ മുശ്രിക്കുകളെ, മദീനയിലെയും മക്കയിലെ മുശ്രിക്കുകളെ പറ്റി പറയാണ്, ശിർക്ക് ചെയ്യുന്നവരായ ബഹുദൈവ വിശ്വാസികളെക്കാൾ കൂടുതൽ ദുനിയാവിനോട് സ്നേഹം ആർക്കാണ്? ജൂതന്മാർക്കാണ്. എന്താ അവിടെ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയാൻ കാരണം? മക്കയിലെ മുശ്രിക്കുകൾക്കും മദീനയിലെ മുശ്രിക്കുകൾക്കും പരലോകത്തിൽ എന്തില്ല? വിശ്വാസമില്ല. അവർക്ക് ദുനിയാവ് മാത്രമാണുള്ളതെന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, നബിയെ, ഞങ്ങളുടെ എല്ലുകൾ മണ്ണായിത്തീർന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം എല്ലായിത്തീർന്നതിന് ശേഷം എങ്ങനെയാണ് നബിയെ ഇനി ഞങ്ങൾ ജീവിക്കുക? അവർക്ക് അത്ഭുതമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ സൂറത്തുൽ ഖാഫിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവർ പറഞ്ഞു ഇതെന്താണ്? ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഹാദാ ഷൈഉൻ അജീബ്, ഇത് അത്ഭുതകരമായ കാര്യം, ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ആ മക്കയിലെ മുശ്രിക്കുകളെക്കാളും ജീവിതത്തോട് താല്പര്യം ആർക്കാണ്? മരണത്തിന് ശേഷം അള്ളാനെ കാണും, സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർക്കാണ്. അപ്പം അവരുടെ ഹിർസ്, ഹയാത്തിനോടുള്ള ഹിർസ് എത്രമാത്രം ഉണ്ടാവും? അവർക്ക് മരിക്കാൻ ഒരിക്കലും കഴിയൂല.
അവർ ചെയ്തു വെച്ചത് നോക്കിയിട്ട് അവർക്ക് അള്ളാഹിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ കഴിയൂല. അപ്പോൾ മക്കയിലെയും മദീനയിലെയും ബഹുദൈവ വിശ്വാസികളായ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരെക്കാൾ കൂടുതൽ ഹയാത്തിനോട് സ്നേഹമുള്ളവരാരാണ്? യഹൂദികൾ, ജൂതന്മാരാണ്. അവരെത്രത്തോളം യവദ്ദു, വദ്ദ യവദ്ദു എന്ന് പറഞ്ഞാൽ എന്താ? വദ്ദ് ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു എന്നൊക്കെയാണ്. അഹദുഹും അവരിൽ ഒരാൾ കൊതിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ലൗ യുഅമ്മറു, അമ്മറ യുഅമ്മിറു അതിൻ്റെ മജ്ഹൂലാണ്. ലൗ യുഅമ്മറു ആയുസ് നീട്ടി നൽകപ്പെട്ടാൽ, അൽഫസനത്തിൻ 100 പിന്നെയോ 1000 കൊല്ലമെങ്കിലും ഇവിടെ ജീവിക്കാൻ ആയുസ് നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്നവരെന്ത് ചെയ്യും? ആഗ്രഹിച്ചു. ഇത് അള്ളാഹു ആലങ്കാരികമായി പറഞ്ഞതാണോ? ആണോ? നമ്മൾ ആലങ്കാരികമായിട്ട് പറയൂലേ, 1000 കൊല്ലമൊക്കെ അവന് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമെന്നൊക്കെ. ശരിക്കും ഖുർആൻ അങ്ങനെ ആലങ്കാരികമായി ഒന്നും എന്ത് ചെയ്യൂല, പറയൂല. ഖുർആൻ്റെ പ്രത്യേകതയാണ്, ഖുർആൻ ഒരു ഉപമ പറയുന്നിടത്ത് പോലും ഹഖീഖത്താണ്, യാഥാർത്ഥ്യത്തെ അല്ലാതെ ഖുർആൻ എന്ത് ചെയ്യൂല, കൊണ്ടുവരൂല. ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാഗ്രഹം 1000 കൊല്ലമൊക്കെ ജീവിക്കണം എന്ന്. ഇപ്പം നമ്മുടെ മനസ്സിൽ തന്നെ പരലോകമുണ്ട്, ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ എത്ര ആളുകൾ, ഒരു 90 കൊല്ലം ജീവിച്ച ആളിനോട് ചോദിക്കുകയാണ്, അയാളുടെ മനസ്സിലുണ്ടാവും കുറച്ചാൾ കൂടിയൊക്കെ ഇനി ജീവിക്കണം എന്നുണ്ടാവും. അപ്പം എത്ര കൊല്ലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ 90 വർഷം ജീവിച്ച് മനസ്സിലായിരിക്കും, എന്നാലും പറയും കുറച്ചാൾ കൂടിയൊക്കെ എന്ത് ചെയ്യണം, ജീവിച്ചു പോകണം. അപ്പം യഹൂദികളുടെ മനസ്സെന്താ? 1000 കൊല്ലമെങ്കിലും ജീവിക്കണമെന്ന അവരിൽ ഒരാൾ മോഹിക്കുമെന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അവരുടെ മോഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്. അപ്പം അല്ലാഹു പറയുകയാണ്, വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ. വമാ ഹുവ അതല്ല, അത് ആവുകയില്ല. ബിമുസഹ്സിഹി എന്താണ്? സഹ്സഹ എന്ന് പറഞ്ഞ വേർഡ്, സഹ്സഹ. സഹ്സഹ നിങ്ങൾ കേട്ടിട്ടുണ്ട്? സഹ്സഹ എവിടെയാണ്? ഫമൻ സുഹ്സിഹ അനിന്നാർ. സഹ്സഹ എന്ന് പറയുന്ന പദം അർത്ഥമാക്കുന്നത് അകറ്റുക എന്നാണ്. എന്താണ്? അകറ്റുക. സഹ്സഹ അകറ്റുക. ഫമൻ സുഹ്സിഹ ആര് അകറ്റപ്പെട്ടുവോ നരകത്തിൽ നിന്ന്, ആര് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടുവോ, ഫഖദ് ഫാസ് അവൻ വിജയിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പം സഹ്സഹ എന്ന പദത്തിൽ നിന്നാണ് എന്തു വന്നത്? മുസഹ്സിഹി. വമാ ഹുവ ബിമുസഹ്സിഹി. ഇവിടെ വമാ, ഇവിടെ മാ ശ്രദ്ധിച്ച നിങ്ങൾ, വമാ അവിടെ മാ എന്താണ്? നിഷേധിക്കാനാ, ഇല്ല എന്ന് പറയാനാണ്. എന്തെന്ന് ചോദിക്കാനല്ല, ഒരു വസ്തു എന്ന് പറയാനല്ല, പിന്നെയോ ഇല്ല എന്ന് പറയാനാ. വമാ ഹുവ ബിമുസഹ്സിഹി അതവനെ അകറ്റുകയില്ല. എന്തിൽ നിന്ന്? മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന്. അയ്യു അമ്മർ ആയുസ് നീട്ടിക്കിട്ടുക എന്നത് ഒരിക്കലും അവനെ ശിക്ഷയിൽ നിന്ന് അകറ്റൂല. പിന്നെ എന്തിനാണ് അവർ 1000 കൊല്ലമൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരാൾക്ക് എത്ര ആയുസ് നീട്ടിക്കിട്ടിയാലും ഈ ദുനിയാവിൽ അള്ളാഹു വച്ചിരിക്കുന്നൊരു പ്രകൃതി നിയമമാണ്, എങ്ങനെ വന്നാലും മരിക്കണം. അപ്പോൾ ഒരിക്കലും അവർ ശിക്ഷയിൽ നിന്ന് ആയുസ് നീട്ടിക്കിട്ടി എന്നതിൻ്റെ കാരണത്താൽ വമാ ഹുവ ബിമുസഹ്സിഹി അവർക്ക് ശിക്ഷയിൽ നിന്ന് അകലാൻ കഴിയില്ല, അകറ്റപ്പെടുകയില്ല. ആ വാക്കൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. മുസഹ്സിഹി, സഹ്സഹ എന്ന വാക്കൊക്കെ. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടറിയുന്നവനാണ്. അപ്പോൾ അവരെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അള്ളാഹു കണ്ടറിയുന്നു എന്ന് പറഞ്ഞു. അതിന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത്? അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമുൻ അറിയുന്നു. അപ്പം അള്ളാഹു അറിഞ്ഞിട്ടാണ് ഈ ആയത്തിൽ പറഞ്ഞ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ കേവലം മജാസിയല്ല, ആലങ്കാരികമായിട്ട് അവരെ പറ്റി പറഞ്ഞതല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. അവരുടെ പ്രവൃത്തിയും അവരുടെ മനസ്സിലിരിപ്പും അവരുടെ ഉള്ളിലിരിപ്പൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അല്ലാഹ് പറയാണ്, 1000 കൊല്ലം ജീവിക്കാനൊക്കെ അവരിൽ ഓരോരുത്തർക്കും എന്തുണ്ട്? മോഹമുണ്ട്. അവരുടെ മോഹം എന്തിനാണ്?
അത്രയും കൊല്ലം ജീവിച്ചാൽ അത്രയും ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യാം, അകലാം എന്നതാണ് അവരുടെ മോഹം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സത്യം അവരുടെ അടുക്കലാണെങ്കിൽ ഫതമന്നൗൽ മൗത്ത്, മരണം ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് ആഗ്രഹിക്കണമായിരുന്നു. അങ്ങനെ ഒരു മുബാഹലക്ക് ഞങ്ങൾ മരിച്ചു പോട്ടെ എന്ന് പോലും അവർ പറയാൻ തയ്യാറാകൂല. കാരണം അവരുടെ കയ്യിൽ എന്തില്ല? ഹക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പറയാൻ കഴിയും, ഞങ്ങൾ മരിക്കട്ടെ, ഞങ്ങൾ മരിച്ചു പോട്ടെ എന്ന് പറയാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ എന്തുണ്ട്? ഹക്കുണ്ട്. അപ്പോൾ എന്താണ് ഹക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ് എന്ന സത്യം അവർ മറച്ചുവെച്ചു. വിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ് എന്നവർ മറച്ചുവെച്ചു. ഇതവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതിലും ഭേദം ആരാണ്? മക്കയിലെ മുശ്രിക്കുകളാണ്. കാരണം അവരുടെ കയ്യിൽ മുമ്പൊരു വേദമില്ല, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ല. ഇത് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളൊക്കെ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഇനി അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 2 ആയത്തുണ്ട്. അത് കുറച്ച് വിശദീകരിക്കേണ്ട ആയത്താണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതായത് ഇവർ ഖുർആനെ പറ്റി അവർ പറഞ്ഞാൽ ഈ ഖുർആൻ ആരാണ് കൊണ്ടുവന്നതെന്ന് അവർ ചോദിക്കും. ഇത് ജിബ്രീലാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ജിബ്രീൽ നമുക്ക് പറ്റിയ ആളല്ല എന്ന് പറയും. ജിബ്രീൽ നമുക്ക് പറ്റിയ ആളല്ല. അത് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് ജിബ്രീലുമായി ബന്ധപ്പെട്ട് കുറച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിത് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി, അഹ്ലുൽ ഖുർആനായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഇരുത്തം, ഈ സമയം, ഈ ഒരു സംവിധാനം എല്ലാം അള്ളാഹു നാളെ മീസാനിൽ കനം തൂങ്ങുന്ന നന്മയാക്കി മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി